മലപ്പുറം നിലമ്പൂരിൽ ഇടഞ്ഞ ആനയെ തളച്ചു. മാരിയമ്മൻ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. നിലമ്പൂരിൽ നിന്ന് സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. നിലമ്പൂരിൽ ഉത്സവത്തിനായി എത്തിച്ച ആന ഇടഞ്ഞിരുന്നു. ആന ഇപ്പോൾ പൂർണ്ണമായും തളച്ചിരിക്കുകയാണ്. കുന്നംകുളത്തു നിന്നുള്ള ഈ എലിഫന്റ് സ്ക്വാഡ് എത്തി 15 മിനിറ്റ് നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഈ ആനയെ പൂർണ്ണമായും തളച്ചിരിക്കുന്നത്. നിലമ്പൂർ ടൗണിൽ നിന്നും ഏതാണ്ട് 50 മീറ്റർ മാത്രം അകലെയുള്ള ഒരു പറമ്പിലാണ് നിലവിൽ ആനയെ തളച്ചിരിക്കുന്നത്. 4 കാലും നിലവിൽ ചെങ്ങലയിൽ ബന്ധിപ്പിച്ച് പൂർണ്ണമായും തളച്ചിരിക്കുകയാണ്. ഏതാണ്ട് 4 മണിയോട് കൂടെയാണ് ഈ നിലമ്പൂർ മാരിയമ്മൻ കാവിൽ ഉത്സവത്തിനായി ഈ എത്തിച്ച ആന ഇടയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ബ്രഹ്മണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ആനയായിരുന്നു ഇടഞ്ഞത്. പിന്നാലെ ഈ ആന ഈ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും ഈ പരിസരത്തുള്ള റോഡിലൂടെയും മറ്റുമൊക്കെ തന്നെ നടന്നുകൊണ്ട് ആന അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഒരു വീടിന്റെ മതിൽ ആന തകർത്തു. അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനവും ആന എടുത്തെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറെ നേരം ഈ ആന ഭീതി പരത്തി എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അതിനിടെ പാപ്പാന്മാരെ ഒക്കെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ച പാപ്പാന്മാരൊക്കെ തന്നെ ആന തുരത്തി ഓടിക്കുകയും എല്ലാം ചെയ്തു. RRT അംഗങ്ങൾ എത്തിയെങ്കിലും ആനയെ പൂർണ്ണമായും തളക്കാനായില്ല. പിന്നീടാണ് കുന്നംകുളത്ത് നിന്നുള്ള എലിഫന്റ് സ്ക്വാഡ് എത്തി പൂർണ്ണമായും ആനയെ ഈ തളക്കുകയും നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറെ ആശങ്കയുണ്ടായിരുന്ന ഒരു കാര്യം എന്നുള്ളത് നിലമ്പൂർ ടൗണിലേക്ക് ഈ ആന ഇറങ്ങുക എന്നുള്ളതായിരുന്നു. കാരണം ഈ ആന ഇടഞ്ഞ സ്ഥലത്ത് നിന്നും നിലമ്പൂർ ടൗണിലേക്ക് വളരെ ചുരുക്കം ദൂരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ ശാന്തമായിരിക്കുന്നു. നിലവിൽ ആനയെ പൂർണ്ണമായും തളച്ചിരിക്കുന്നു. എന്നാൽ കാര്യമായ അക്രമ സംഭവങ്ങളിലേക്ക് ആന മുതിർന്നിരുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ടത്.